BLM സൊസൈറ്റിയുടെ 21ാമത് വാർഷിക പൊതുയോഗം കൊച്ചിയിൽ നടന്നു. കൊച്ചി വില്ലിംഗ്ടൺ ട്രേഡ് സെന്ററിൽ നടന്ന പൊതുയോഗം BLM സൊസൈറ്റി ഫൗണ്ടർ ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ 150-ലധികം ശാഖകളിൽ നിന്നായി 10,000-ലധികം സഹകാരികൾ യോഗത്തിൽ പങ്കെടുത്തു. BLM സൊസൈറ്റി ഫൗണ്ടർ ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 22 വർഷമായി അംഗങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ക്ഷേമം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് BLM സൊസൈറ്റി നടപ്പിലാക്കി വരുന്നതെന്ന് ഫൗണ്ടർ ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. ഭവന നിർമ്മാണ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലും അംഗങ്ങൾക്കായി കൂടുതൽ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും സൊസൈറ്റി ലക്ഷ്യമിടുകയാണ്. ഇതിനായി വരും വർഷങ്ങളിലും വിവിധ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് സഹകരണ മേഖല ഒരുപാട് സൊസൈറ്റികളുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് BLM എന്ന പ്രസ്ഥാനം നമുക്ക് ഭവനം, അതാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയ്ക്ക് ആൾറെഡി നമുക്കിപ്പോൾ പൊതുവേ 14 ഡിസ്ട്രിക്റ്റിലും ഫ്രീ ആയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് കൊടുക്കുന്ന ഒരു സ്കീം പോയ AGM കൊടുത്ത് അതിൻ്റെ പ്രകാരം എല്ലാ ജനങ്ങൾക്കും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ കയ്യിലുകൊണ്ട് തന്നെ ആദ്യത്തെ തുടക്കം കുറിച്ചത്. ഇനിയും അതിപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും 2 വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനം. നമ്മളെല്ലാ മെമ്പേഴ്സിനും എല്ലാവർക്കും ഭവനം, അങ്ങനത്തെ ഒരു പുതിയ സ്കീമിൽ കൂടി നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ BLMൻ്റെ ബാക്കി സൊസൈറ്റിയിൽ വ്യത്യസ്തപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ സൊസൈറ്റി തമിഴ്നാട്ടിലും പാണ്ടിച്ചേരിയിലും കേരളത്തിലും നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് നമുക്ക് ബിസിനസ്സായിട്ട് മെമ്പേഴ്സിന് അധിക ലാഭം കൊടുക്കുന്ന രീതിയിലും ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ ചന്ദ്രഗിരി എസ്റ്റേറ്റും അതുപോലെ തമിഴ്നാട്ടിൽ നമുക്ക് എല്ലാ ഭാഗത്തും പ്രോജക്റ്റുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. BLM സൊസൈറ്റി പ്രസിഡന്റ് കരുണാമൂർത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അംഗങ്ങളെ അച്ചീവ്മെന്റ് അവാർഡ്സ് നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അംഗങ്ങൾക്ക് പ്രത്യേക അംഗീകാരവും നൽകി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലായി 15 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള സൊസൈറ്റിയാണ് BLM. ചടങ്ങിൽ പുതുച്ചേരി മന്ത്രി രാജവേലു, BLM സീനിയർ ഡയറക്ടർ സിബി VK, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ VP സൈതലവി ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.